അപ്പോൾ വന്നോളി മക്കളെ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ലഡുവാണ് കേട്ടോ ഇത്. ഷുഗറുള്ളവരൊക്കെ ലഡു കഴിക്കാതിരിക്കണ്ടല്ലോ, ഇത് കഴിച്ചോക്കെ ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് അവൽ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ചൂടാറിയിട്ട് മാത്രം ഇങ്ങനെ കരപിരാന്ന് പൊടിച്ചെടുക്കുക. ബാക്കിലുള്ള സൗണ്ട് ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ ഒരേ ഒരു സന്താനമാണ്. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ വറുത്തെടുക്കാം. കരിഞ്ഞോന്ന് തോന്നും, എന്നാൽ കരിയരുത്, ആ രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ അല്പം നെയ്യ് ഒഴിച്ച് നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതുമിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ സ്വർണം പോലെ തിളങ്ങി നിൽക്കണ ശർക്കര അതിട്ടൊന്ന് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുക. സമയത്ത് നമ്മളെ ജഗജില്ലിക്ക് വേണ്ടി ഇവിടെ പഴം വാട്ടുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ശർക്കര തിളക്കുന്നുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മളെ കലാപരിപാടി. നമ്മൾ നേരത്തെ നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള അവലില്ലേ, അതും പഴവും തേങ്ങയും പിന്നെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര വെള്ളമല്ലേ, അതും കൂടെ ഇട്ട് നന്നായിട്ട് നല്ലോണം കൈ കൊണ്ട് ഉടക്കുക. ശർക്കര വെള്ളം ചൂടാറിനിട്ട്, അല്ലെങ്കിൽ കൈയൊക്കെ പളപളാന്ന് പൊള്ളും. എന്നിട്ട് ഇതുപോലെ ബോളാക്കുക. ഡെക്കറേഷന് വേണമെങ്കിൽ ഞാൻ എന്താ വെച്ചുകൊടുത്തിക്കണം, അതേപോലെ മുന്തിരിയൊക്കെ വെച്ചുകൊടുക്കട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.